CK ടോക്സിന്റെ മറ്റൊരു ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്യാൻ പോകുന്നത് ഫെഡോ സെർണിച്ച് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമോ എന്നതിനെ കുറിച്ചും കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിനോടനുബന്ധിച്ചുള്ള ഏറ്റവും പുതിയൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും വിശദമായ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ശ്രമിക്കുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് എന്നത് ഫെഡോ സെർണിച്ച് എന്ന ലിത്വാനിയൻ നായകനെ കുറിച്ചാണ്. നമുക്കറിയാം ലൂണക്ക് പകരക്കാരനായിട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC ലൂണക്ക് പരിക്ക് പറ്റിയ സാഹചര്യത്തിൽ ഫെഡോറിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ നായകനായ അഡ്രിയാൻ ലൂണ വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. താരം പരിശീലന സെക്ഷനിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് ഫെഡോ സെർണിച്ചിന്റെ കേരള ബ്ലാസ്റ്റേഴ്സിലെ ഭാവി എന്താണ് എന്നതിനെ കുറിച്ച്. നിലവിൽ ഏതായാലും താരം ലിത്വാനിയൻ ദേശീയ ടീമിന് വേണ്ടിയിട്ട് UEFA നാഷൻസ് ലീഗ് കളിക്കുവാൻ വേണ്ടി പോർച്ചുഗലിലാണുള്ളത്. ഏതായാലും താരം ആ ഒരു UEFA മത്സരങ്ങളെല്ലാം കളിച്ചുകൊണ്ട് വീണ്ടും കൊച്ചിയിലേക്ക് തിരിച്ചു വരുമോ എന്ന ആകാംക്ഷയിലാണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെല്ലാവരും. പക്ഷെ നിലവിൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്തയാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. അതേ ഈ ഒരു നാഷൻസ് ലീഗ് കളിച്ചതിന് ശേഷം ലിത്വാനിയൻ നായകനായ ഫെഡോ സെർണിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം ഉണ്ടാവുമെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഫെഡോ സെർണിച്ചിന്റെ ഭാര്യയുടെ ഇന്നത്തെ സ്റ്റോറി. അതിലൊരു ആരാധകൻ ഫെഡോറിന്റെ ഭാര്യയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നാണ് തിരിച്ചു പോവുക എന്നത്. അതിന് മറുപടി ആയിക്കൊണ്ട് ഫെഡോറിന്റെ ഭാര്യ പറഞ്ഞിട്ടുള്ളത് ഏപ്രിൽ അവസാനം വരെ ISL മത്സരങ്ങളുണ്ട്, അതിനുശേഷമായിരിക്കും നാട്ടിലേക്ക് തിരിച്ചു പോവുക എന്നാണ്. ഏതായാലും ഫെഡോറിന്റെ ഒരു ഭാര്യന്റെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ ഇനിയും ഫെഡോ സെർണിച്ച് തുടരും എന്നുള്ളത്. അതേസമയം മറ്റൊരു സംശയമാണ് അഡ്രിയാൻ ലൂണ തിരിച്ചു വന്ന ഈ ഒരു സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ടീമിൽ നിന്നും ആരാണ് പുറത്തേക്ക് പോവുക എന്നത്. നമുക്കറിയാം പെപ്രയൊക്കെ ഔട്ടായ സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FC അവർ ലോൺ അടിസ്ഥാനത്തിൽ ഗോകുലം കേരള ടീമിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്ന ജസ്റ്റിൻ ഇമാനുവലിനെ ആയിരുന്നു തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഏതായാലും ലൂണ തിരിച്ചു വന്ന ഈ ഒരു സാഹചര്യത്തിൽ ജസ്റ്റിൻ ഇമാനുവലാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ നിലവിലെ സ്ക്വാഡിൽ നിന്നും പുറത്തേക്ക് പോകാൻ സാധ്യതയുള്ളത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഇനി അങ്ങോട്ടുള്ള മത്സരങ്ങൾ ലൂണയും ഫെഡോറും എല്ലാം ബ്ലാസ്റ്റേഴ്സിൽ ഒന്നിച്ച് കളിക്കുമെന്നർത്ഥം. ഇനി ഏതായാലും നമുക്ക് അടുത്തൊരു അപ്ഡേറ്റിലേക്ക് പോവാം. അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി നൽകുന്നതാണ്. നമുക്കറിയാം കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു റിപ്പോർട്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് FC നിലവിൽ റിയൽ കാശ്മീരിന് വേണ്ടി പന്ത് തട്ടിക്കൊണ്ടിരിക്കുന്ന മുഹമ്മദ് ഹമ്മാദ് എന്നൊരു സെന്റർ ബാക്ക് താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ട്. പക്ഷേ നിലവിൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് FCക്ക് വലിയൊരു തിരിച്ചടി നൽകിക്കൊണ്ട് ISLിലെ തന്നെ ഒരു വമ്പൻ ക്ലബ്ബായ FC ഗോവയും കൂടാതെ തന്നെ പഞ്ചാബ് FCയും ഈ ഒരു താരത്തെ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കൂടാതെ ഈ ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിട്ടുള്ളത് ISL ട്രാൻസ്ഫർ മാർക്കറ്റ് എന്നൊരു ഇൻസ്റ്റഗ്രാം പേജാണ്. ഏതായാലും ഹമ്മാദിനെ ഒരു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് FC ടീമിലേക്ക് എത്തിക്കുകയാണെങ്കിൽ അത് ലെസ്കോവിച്ചിന് പകരക്കാരനായിക്കൊണ്ടായിരിക്കും. നമുക്കറിയാം ഈ ഒരു സീസൺ അവസാനത്തോടെ ലെസ്കോവിച്ചിന്റെ കരാർ ബ്ലാസ്റ്റേഴ്സുമായുള്ളത് അവസാനിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സീസൺ അവസാനത്തോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സ് FCയിൽ നിന്നും മാർക്കോ ലെസ്കോവിച്ച് വിട പറയാനുള്ള സാധ്യതകളെല്ലാം തന്നെ നമ്മൾ കാണുന്നുണ്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്നത് നിലവിൽ ഒഡീഷ FCയുടെ ആരാധകർക്ക് എല്ലാവർക്കും സങ്കടം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം നിലവിൽ ഒഡീഷ FCക്ക് വേണ്ടിയിട്ട് മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് റോയ് കൃഷ്ണ എന്ന സൂപ്പർ താരം. ഏതായാലും നിലവിൽ ISL ട്രാൻസ്ഫർ മാർക്കറ്റ് പുറത്തേക്ക് വിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഒഡീഷ FC റോയ് കൃഷ്ണക്ക് പകരക്കാരനായിക്കൊണ്ട് മറ്റൊരു താരത്തെ നിലവിൽ ടീമിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. ഏതായാലും ഈ ഒരു റിപ്പോർട്ട് ഒഡീഷ FC ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിരാശ നൽകുന്നത് തന്നെയാണ്. കൂടാതെ നിലവിലെ ISL ഗോൾഡൻ ബൂട്ട് റേസിൽ ദിമിത്രോസിന് നേരെ താഴ്ത്തി നിൽക്കുന്ന ഒരു താരം കൂടിയാണ് റോയ് കൃഷ്ണ എന്ന സൂപ്പർ താരം. ഏതായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമന്റായി രേഖപ്പെടുത്തുക. കൂടുതൽ ISLനെ കുറിച്ചും കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചുമുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുവാൻ വേണ്ടി എല്ലാവരും ഒന്ന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായി വീണ്ടും വരാം. ഗുഡ് ബൈ.